ഇന്നാണ് ഗുരുപൂർണിമ. ആത്മീയ മാർഗത്തിൽ കൂടി യാത്ര ചെയ്യുന്ന സാധകനെ, പ്രത്യേകിച്ച് ഗുരു ഉപദേശം സ്വീകരിച്ചവർക്ക് ഗുരുപൂർണിമാ ദിനം പരമപ്രധാനമാണ്. ഈശ്വരൻ നമ്മിൽ തന്നെയാണ്, നമ്മളിൽ നിന്നും വേറല്ല എന്ന് അനുഭവത്തിൽ കൂടി തെളിയിച്ച മഹാഗുരുക്കന്മാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ഗുരു എന്തിന് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഈശ്വരൻ നമ്മളിൽ തന്നെയാണ്. എന്നാൽ ഈശ്വരനെ അനുഭവിച്ചറിയണമെങ്കിൽ ഒരു ഗുരുവിനെ ആശ്രയിച്ച് നമ്മിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കണം. ഗാഠനിദ്രയിൽ കഴിയുന്ന ആളിനെ ഉണർത്തണമെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ വേണം. തീ കൊളുത്തിപ്പിടിക്കാനുള്ള ഘടകങ്ങൾ തിരിയിൽ ഉണ്ടെങ്കിലും അതിൽ തീ കൊളുത്തണമെങ്കിൽ കത്തുന്ന മറ്റൊരു തിരിയുടെ ആവശ്യം ഉണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരനെ അറിയുന്നതിനും യോഗിയും ജ്ഞാനിയുമായ ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ്. ഉദാഹരണം, കിണർ കുഴിക്കുമ്പോൾ ചിലയിടത്ത് എത്ര കുഴിച്ചാലും വെള്ളം കിട്ടില്ല. എന്നാൽ നദിയുടെ സമീപ പ്രദേശങ്ങളിൽ അല്പം കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും. അതുപോലെ ഗുരു സാമീപ്യത്തിൽ ശിഷ്യൻ്റെ ഉള്ളിൽ നല്ല ഗുണങ്ങൾ, കഴിവുകളും വേഗം പ്രകടമാകുന്നു. ശിഷ്യൻ്റെ അലസത മാറ്റാനും വാസനകളെ അതിജീവിക്കാൻ അവനെ പ്രാപ്തനാക്കാനുമായി ഗുരു പല സാഹചര്യങ്ങളും സൃഷ്ടിക്കും. സാധകന് ഗുരു തൻ്റെ മുന്നിലിരിക്കുന്ന ഗുരു കണ്ണാടി പോലെയാണ്. ഗുരുവാകുന്ന കണ്ണാടി സാധകന് അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത് തുടക്കത്തിൽ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നേരിട്ട് കാണേണ്ടി വരുന്നത്. അത് അവൻ്റെ അകത്തിന് ഏൽക്കുന്ന ആദ്യത്തെ അടിയാണ്. ഒരു ഈശ്വരവിശ്വാസിയാണ് താൻ എന്ന് അഹങ്കരിച്ചിരുന്ന അവനും ഈശ്വരനും തമ്മിലുള്ള അകലത്തെ ഗുരു ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നു. ആത്മനമസ്കാരം.